ഇന്നത്തെ എൻ്റെ യാത്ര കണ്ണൂരിൻ്റെ ചരിത്രമുറങ്ങുന്ന മാടായി കോട്ടയുടെ ശേഷിപ്പുകൾ കാണാൻ വേണ്ടിയാണ്. മുന്നേ പല പ്രാവശ്യം മാടായിപ്പാറയിൽ പോയിട്ടുണ്ടെങ്കിലും വടുകുന്ത ക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ള മാടായിപ്പാറയുടെ സൗന്ദര്യം ആസ്വദിച്ച് മടങ്ങാറായിരുന്നു പതിവ്. ഇന്ന് അപ്രതീക്ഷിതമായി മാടായി ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വരെ പോകേണ്ട ആവശ്യം വന്നപ്പോൾ മാടായിപ്പാറയുടെ കാണാത്ത ഭാഗങ്ങൾ കണ്ടേക്കാമെന്ന് കരുതിയാണ് മാടായിപ്പാറ വീണ്ടും കയറിയത്. അവിടെയുള്ള നാട്ടുകാരോട് അന്വേഷിച്ചപ്പോൾ മാടായി കോളേജിൻ്റെ പുറകുവശത്തായി മാടായി കോട്ടയുടെ ശേഷിപ്പുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി ഞാൻ എൻ്റെ 2 വീലർ മാടായി കോളേജിന് മുൻവശത്തെ റോഡിൽ പാർക്ക് ചെയ്ത് മാടായി കോട്ടയുടെ ശേഷിപ്പുകൾ ലക്ഷ്യമാക്കി നടക്കാൻ ആരംഭിച്ചു. ഏകദേശം 200 മീറ്ററോളം നടന്നപ്പോൾ ഒരു നാഗത്തറ കാണാൻ സാധിച്ചു. ആ നാഗത്തറയുടെ മുകളിൽ ഇവിടെ നാഗസാന്നിധ്യമുണ്ട് എന്ന് വെളിവാക്കുന്ന വിധത്തിൽ ബോർഡുകൾ സ്ഥാപിച്ചു കണ്ടു. നാഗത്തറയിൽ നിന്ന് കിഴക്ക് വശത്തേക്ക് നോക്കിയപ്പോൾ അതിമനോഹരമായി ഒഴുകുന്ന കുപ്പമ്പുഴയുടെ വിദൂര ദൃശ്യം കാണാമായിരുന്നു. അവിടെ നിന്ന് 1-2 ചിത്രങ്ങളെടുത്ത് ഞാൻ വീണ്ടും മുന്നോട്ട് നടന്നു. പുല്ലുമൂടിയ ഒറ്റവരിപ്പാതയിലൂടെ വീണ്ടും ഏകദേശം 300 മീറ്ററോളം നടന്നപ്പോൾ മാടായി കോട്ടയുടെ കവാടം എന്ന് തോന്നിപ്പിക്കുന്ന സ്ഥലത്തെത്തി. കവാടത്തിൻ്റെ വലതുവശത്തായി വീണ്ടും ഒരു നാഗത്തറ കാണാമായിരുന്നു. ആ നാഗത്തറയുടെ നേരെ എതിർവശത്തായി ഒരു പഴയ കിണറിൻ്റെ ഉള്ളിൽ നിന്ന് വളർന്നു വന്ന മരങ്ങളാൽ മൂടപ്പെട്ട് കിടക്കുന്ന അവസ്ഥയിൽ കണ്ടു. കോട്ടയുടെ കവാടം കടന്ന് മുന്നോട്ട് നടന്നപ്പോൾ തന്നെ മനസ്സിലായി കോട്ട മുഴുവനും കാട് പിടിച്ച് പുല്ലുമൂടിയ അവസ്ഥയിലാണെന്ന്. അതുകൊണ്ട് തന്നെ കോട്ടയുടെ നിർമ്മാണ ഭംഗിയോ കോട്ടയുടെ യഥാർത്ഥ രൂപമോ മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. കോട്ടയ്ക്കുള്ളിൽ കടന്നപ്പോൾ അവിടെ മൂന്നാമതൊരു നാഗത്തറ കൂടി കാണാൻ സാധിച്ചു. അതുകൂടാതെ അവിടെ 3 കിണറുകൾ പുറത്തുണ്ടായ കിണർ പോലെ തന്നെ അകത്തുനിന്ന് വളർന്നു വന്ന മരങ്ങളാൽ മൂടപ്പെട്ട അവസ്ഥയിൽ കണ്ടു. ഈ കിണറുകൾ ആദ്യകാലത്ത് കോട്ടയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള രഹസ്യ തുരങ്കങ്ങളായിരിക്കാം. പിൽക്കാലത്തുണ്ടായ പ്രകൃതിക്ഷോഭങ്ങളാലും ശോഷണത്താലും മണ്ണ് നിറഞ്ഞ് കിണറുകളായി രൂപാന്തരപ്പെട്ടതായിരിക്കാം എന്ന് കരുതുന്നു. ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത് ചുറ്റും 6 നിരീക്ഷണ ഗോപുരങ്ങളും മധ്യത്തിലായി ഒരു നിരീക്ഷണ ഗോപുരവും ഉള്ള രീതിയിലായിരുന്നു. ഇന്നീ നിരീക്ഷണ ഗോപുരങ്ങളൊക്കെ നശിച്ചു പോയെങ്കിലും അതിൻ്റെ അടിത്തറ ഇപ്പോഴും അവിടെ കാണാമായിരുന്നു. ഓരോ നിരീക്ഷണ ഗോപുരത്തിൻ്റെ അടിത്തറയിൽ നിന്ന് നോക്കുമ്പോഴും ആ ഭാഗത്തുള്ള പ്രദേശം മുഴുവനായി വ്യക്തമായി കാണാവുന്ന രീതിയിലാണ് ഉണ്ടായിരുന്നത്. അതായത് ഈ കോട്ടയിൽ നിന്ന് നോക്കുമ്പോൾ ഏഴുമല മുതൽ പഴയങ്ങാടിയുടെ മുഴുവൻ ഭാഗവും വ്യക്തമായി നിരീക്ഷിക്കാൻ കഴിയും. ഇതിൽ നിന്ന് ഈ കോട്ട വളരെ തന്ത്രപ്രധാനമായ ഒരു സ്ഥാനമാണെന്ന് മനസ്സിലാക്കാം. മാടായി കോട്ടയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇത് ഏകദേശം 2000 വർഷങ്ങൾക്ക് മുന്നേ മൂഷിക രാജവംശത്തിലെ വല്ലഭ രാജാവ് നിർമ്മിച്ചതാണെന്ന് കാണാൻ പറ്റും. മൂഷിക രാജവംശകാലത്ത് ഈ കോട്ട അവരുടെ പ്രധാന ഭരണ കേന്ദ്രമായിരുന്നെന്നും രാജാക്കന്മാരുടെ കിരീടാരോഹണം അടക്കമുള്ള ചടങ്ങുകൾ ഇവിടെ വെച്ചാണ് നടന്നതെന്നും പല ചരിത്രരേഖകളിലും കാണുന്നു. കോലത്തിരി രാജാവിൻ്റെ കാലത്ത് ഉദയവർമ്മ രാജാവിൻ്റെ ആസ്ഥാനമായിരുന്നു ഈ കോട്ട. പിൽക്കാലത്ത് കോലത്തിരി രാജാവിൻ്റെ പടനായകനായിരുന്ന മുരിക്കഞ്ചേരി കേളുനാനാരുടെ അധീനതയിലായിരുന്നു മാടായിക്കോട്ട. നൂറ്റാണ്ടുകളോളം പല യുദ്ധങ്ങൾക്കും സാക്ഷ്യം വഹിച്ച മാടായിക്കോട്ടയുടെ പരിസരത്ത് വെച്ചാണ് 1765കളിൽ കോലത്തിരി രാജാവും ഹൈദരാലിയും ഏറ്റുമുട്ടിയത്. മാടായിക്കോട്ട, തെക്കിനാക്കിൽ കോട്ട, ദാരികൻ കോട്ട എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. മാടായിക്കോട്ടയുടെ കാലഘട്ടത്തിൽ പരിസരങ്ങളിലുണ്ടായിരുന്ന പല കോട്ടകളും ഒരു തെളിവ് പോലും അവശേഷിക്കാതെ പൂർണ്ണമായും നശിച്ചിരിക്കുന്ന അവസ്ഥയിലാണുള്ളത്. ഈ ഒരു അവസരത്തിൽ 2000 വർഷങ്ങൾക്ക് മുന്നേ നിർമ്മിച്ചു എന്ന് കരുതപ്പെടുന്ന മാടായിക്കോട്ടയുടെ
ഇപ്പോഴത്തെ ശേഷിപ്പുകൾ കൂടുതൽ കേടുപാടുകൾ കൂടാതെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഭാവി തലമുറയ്ക്ക് കണ്ണൂരിൻ്റെയും മാടായിയുടെയും പ്രൗഢഗംഭീരമായ പൂർവ്വകാല ചരിത്രം മനസ്സിലാക്കാൻ അത് വളരെ ഉപകാരപ്രദമായിരിക്കും.